ഇനി പഠിച്ചാൽ ഫുൾ എ പ്ലസ് കിട്ടും. നിങ്ങൾ പലരും ചോദിക്കുക, നിരന്തരം എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, ഇനി പഠിച്ചാൽ ഫുൾ എ പ്ലസ് കിട്ടും. ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ ഒരു ചെറിയൊരു കഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു കർഷകന് ഒരു വലിയൊരു കൃഷിഭൂമി കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കാം. വലിയൊരു കൃഷിഭൂമിയാണ് അത്. ഒരുപാട് വർഷങ്ങൾ അവിടെ കൃഷി ചെയ്യാത്തൊരു ഭൂമിയാണ്, അതായത് ഒരു തരിശു ഭൂമിയാണ്. അത് ആ കർഷകനോട് പറയാണ്, രാജാവ് നീ എന്ത് ചെയ്യണം, ഈ ഇതിലാകെ കുറച്ച് ചെറിയൊരു ഭാഗം മാത്രമേ എന്തുള്ളൂ, നനഞ്ഞു കിടക്കുന്ന ഭാഗമുള്ളൂ, അല്ലെങ്കിൽ വെള്ളത്തിന് അംശമുള്ള ഭാഗമുള്ളൂ, ബാക്കി ബഹുഭൂരിപക്ഷം തരിശു ഭൂമിയാണ്. നീ ആ വെള്ളമുള്ള ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ എന്താണ് വരമ്പോ ചാലുകളൊക്കെ വെട്ടി പല സ്ഥലത്തേക്ക് വെള്ളം എത്തിച്ച് നീ എന്ത് ചെയ്യണം, കൃഷി ചെയ്യാൻ വേണ്ടി നീ ഒന്ന് ശ്രമിക്കണം. അവന് ആ കർഷകൻ വളരെ ആ കർഷകന് പറ്റുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് രണ്ടെണ്ണമൊക്കെ മുളയ്ക്കുന്നുണ്ട്. അത് പിന്നീട് പെട്ടെന്ന് എന്താ വെള്ളത്തിന്റെ അംശം ഭൂമിയിൽ നിന്ന് കുറഞ്ഞു പോയിട്ട് അത് വീണ്ടും വീണ്ടും പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ആ വലിയൊരു കൃഷിഭൂമിയുടെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗത്തും അവൻ കൃഷി ചെയ്തു, പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. പിന്നെ അവസാനം അവൻ എവിടേക്ക് പോവാണ്, ആ വളരെ കുറച്ച് ഭാഗങ്ങൾ ഇനിയുള്ളത്, അതാ നമ്മൾ പറഞ്ഞ വെള്ളത്തിന്റെ അംശമുള്ള ആ കൃഷിഭൂമിയുടെ ഏറ്റവും മധ്യഭാഗത്ത് കുറച്ച് ഭാഗം, വളരെ ചെറിയൊരു ഭാഗത്തുണ്ട്. അവിടെ അവൻ എന്തിനു വേണ്ടി ശ്രമിച്ചു, കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അവിടെ ഒരു വിത്ത് കുഴിച്ചിട്ടു. അതെന്ത് ചെയ്തു, ഒരു വലിയ ചെടിയായി മുളച്ചു. അത് പിന്നീട് മരമായി മാറി. അതിന്ന് കായ്ക്കനികളൊക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഇതിന്ന് പിന്നെ ആ കർഷകൻ പഠിച്ചൊരു പാഠമുണ്ട്. ആ പാഠവും നിങ്ങളുടെ ഈ അവസാന സമയത്ത് ഈ ചോദ്യം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ശരിക്കും ഈ കർഷകൻ നിങ്ങളായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ഈ അക്കാഡമിക് ഇയർ മുഴുവൻ, ഈ അധ്യയന വർഷം മുഴുവൻ നിങ്ങൾക്ക് എന്തിനു വേണ്ടി ലഭ്യമായിരുന്നു, പഠിക്കാൻ വേണ്ടിയുള്ള സമയമായി ലഭ്യം. നിങ്ങൾ പലരും അത് ഉപയോഗപ്പെടുത്തിയില്ല. പല കാരണങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നതിൽ പല ബുദ്ധിമുട്ടുണ്ടായേക്കാം, ചിലപ്പോൾ മറ്റു പല കാരണങ്ങളായിരിക്കാം, മടിയായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി പഠിച്ചാൽ ഫുൾ എ പ്ലസ് കിട്ടുമോ? ഇനി പഠിച്ചാൽ ഫുൾ എ പ്ലസ് കിട്ടും എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അവസാനം ആ കർഷകൻ ചെയ്തത്. അതായത് ആ കൃഷിഭൂമിയിൽ ഏറ്റവും നല്ല നനവുള്ള വെള്ളത്തിന്റെ അംശമുള്ള ഒരു ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു. അവിടെ അവസാനം അയാൾ എന്ത് ചെയ്യാണ്, ബാക്കി എല്ലാ സ്ഥലത്തും അയാൾ ഫെയിൽ ചെയ്തപ്പോൾ അവിടെ അയാൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞതിൽ പിന്നെ വിത്ത് കുഴിച്ചിട്ടു. അത് മുളച്ചു, ചെടിയായി, മരമായി, പിന്നെ അത് കായ് കിട്ടുക ചെയ്യുന്നത് അല്ലേ. ഇതുപോലെ ഏറ്റവും നനവുള്ള സമയം, ഏറ്റവും നല്ല മൊമെന്റിലൂടെ, ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് നിങ്ങൾ എല്ലാവരും കടന്നു പോകുന്നത്. അതാണ് വരാനിരിക്കുന്ന ഫെബ്രുവരി മാസം. ഫെബ്രുവരി മാസത്തിന് എന്താ സാർ ഇത്ര പ്രത്യേകത? വെറും ഒരു മാസമല്ലേ? ശരിയാണ്. ആ ഫെബ്രുവരി മാസത്തിന് വലിയ പ്രത്യേകമൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ മൈൻഡ് സെറ്റും ഏറെക്കുറെ പരീക്ഷയുടെ അടുത്ത് നിൽക്കുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിന്റെ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രയോറിറ്റിയിലെ ബഹുഭൂരിപക്ഷവും പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയമാണ്. ഈ സമയമാണ് ഞാൻ എപ്പോഴും പറയുന്നത് റൈറ്റ് ടൈം, ദ ബെസ്റ്റ് ടൈം. അതുകൊണ്ട് ഇനിയും പഠിച്ചു തുടങ്ങിയാൽ എ പ്ലസ് കിട്ടുമെന്ന് ചോദ്യം ചോദിച്ച് നിങ്ങളുടെ സമയം കളയുന്നതിന് പകരം നിങ്ങൾ കൃത്യമായ പ്ലാനോട് കൂടി പഠിച്ചു തുടങ്ങാം. ഇനി എ പ്ലസ് കിട്ടണമെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? സിമ്പിളായിട്ട് വീണ്ടും പല സ്റ്റഡി ടെക്നിക്കും പല സ്റ്റഡി ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാറുണ്ട്. അതിലും ഏറ്റവും സിമ്പിൾ ഒരു മെത്തേഡാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം, എന്തെല്ലാം കാര്യങ്ങൾ അറിയില്ല. അതിനെന്താ ചെയ്യേണ്ടത്? അത് നിങ്ങൾ ഓരോ ചാപ്റ്ററേയും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു സോഷ്യൽ സയൻസ് പഠിക്കുന്ന ആളാണെങ്കിൽ ഏറെക്കൊണ്ട് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക്, ഹിസ്റ്ററി ഏകദേശം നിങ്ങൾക്ക് 9 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. 9 ചാപ്റ്റേഴ്സിന്റെ പേര് എഴുതുക. അത് ഒരു ചാപ്റ്റർക്ക് ഫസ്റ്റ് ഹ്യൂമനിസം ആണ് ചാപ്റ്ററിന്റെ പേരെങ്കിൽ അത് എഴുതുക. അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലേക്ക് ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ, ഹ്യൂമനിസം എന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിന്റെ പേര് എഴുതുക. അതിലെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ടിക്കിടണം. ഏറെക്കുറെ മുഴുവൻ ചാപ്റ്റേഴ്സിന്റെയും പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കുറെ ടിക്കിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അറിയാത്ത കാര്യങ്ങൾ എന്തെല്ലാം, അറിയുന്ന കാര്യങ്ങൾ എന്തെല്ലാം. ആ മൊമെന്റിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് മറ്റൊന്നുമല്ല, എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാമല്ലേ, അത് നമുക്ക് വലിയൊരു പോസിറ്റീവ് എനർജി തരുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ, റിവിഷൻ എടുക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾ തെറ്റെന്ന് പിന്നെ മാർക്ക് ചെയ്ത ആ ഭാഗം നിങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിൻ്റെ മറ്റൊരു ഗുണം കൂടി ഞാൻ പറയട്ടെ. ഇതിൻ്റെ മറ്റൊരു ഗുണം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇനിയുള്ള വരാനിരിക്കുന്ന ദിവസങ്ങൾ, കാരണം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയം ഏകദേശം ജനുവരി മാസം ഏറ്റവും അവസാനത്തിലായിരിക്കും അല്ലേ. ഇനി ഫെബ്രുവരി എന്ന് പറഞ്ഞ് 28 ദിവസമാണ് ആകെ ഉള്ളത്, ഇൻക്ലൂഡിങ് നിങ്ങൾ അതിൽ നിങ്ങളുടെ മോഡൽ എക്സാം കൂടി വരുന്നുണ്ട് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രീതിയിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യവും നിങ്ങൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നിങ്ങൾ പറയാം, ഇത്രയും 19 ചാപ്റ്റർ ഉണ്ട്, അപ്പോൾ ഒരു ദിവസം 6ഉം 7ഉം ചാപ്റ്റർ ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. അതെങ്ങനെയാ, ഫുൾ ചാപ്റ്ററാ. അപ്പൊ അറിയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ചാപ്റ്ററാണ് നിങ്ങൾ കൂട്ടാം. വേണമെങ്കിൽ ഒരു ദിവസം ബയോളജി 3 ചാപ്റ്റർ പഠിക്കാം, അതിന്റെ കൂടെ തന്നെ വൈകുന്നേരം കെമിസ്ട്രി 3 ചാപ്റ്റർ പഠിക്കാം. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഈ രീതിയിൽ ഇനി അങ്ങോട്ട് ഫുൾ എ പ്ലസ് കിട്ടണമെങ്കിൽ എല്ലാവരും പഠിക്കുന്ന പോലെ നിങ്ങൾ പഠിച്ചാൽ പോരാ, കൃത്യമായി പ്ലാനിങ്ങോടുകൂടി സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഫുൾ എ പ്ലസിലേക്ക് എത്തുള്ളൂ. ഇനിയും അടുത്ത ചോദ്യം, ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ മാത്സ് പോലത്തെ സബ്ജക്റ്റ് ഒക്കെ പഠിച്ചെടുക്കാൻ കഴിയുമോ? മാത്സ് പോലത്തെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പ്രത്യേകം നിങ്ങൾ പരിഗണന കൊടുത്ത് രാവിലെയും വൈകുന്നേരവും 3 നേരം നമ്മൾ ഗുളിക കുടിക്കുന്ന പോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. മാക്സിമം ചോദ്യങ്ങൾ
ഒരുപാട് സെറ്റ് ചോദ്യപേപ്പറൊക്കെ നമ്മുടെ ഗവൺമെന്റ് പിന്നെ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലവിൽ നിങ്ങൾ പഠനം എവിടെ എത്തി നിൽക്കുന്നു, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ, നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കാതെ ആദ്യമായി നിഹാൽ സാറിന്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. അതുകൊണ്ട് ഇനി ആ ചോദ്യത്തിന് പ്രസക്തിയില്ല, ഇനി പഠിച്ചാൽ ഫുൾ എ പ്ലസ് കിട്ടുമോ എന്നുള്ളത്. കാരണം ഇനിയും ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കാൻ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഗുണം സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളെ സംസാരം കുറയ്ക്കുക, നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അപ്പോൾ എല്ലാ ആളുകൾക്കും കൃത്യമായ രീതിയിൽ പഠിച്ച് ഫുൾ എ പ്ലസ് കിട്ടട്ടെ, അല്ലെങ്കിൽ എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. ഫ്രം എൻ്റെ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ എക്സാമിനേഷൻ. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.